ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 63.60 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $24,150 ലെവൽ, 140-150 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ്. ആ ഒരു ലെവലിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. $24,150 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 24,100, 24,100, 24,150. പീരിയഡ് സ്ട്രൈക്ക് പ്രൈസ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ടും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,100 പുട്ട് ഓപ്ഷൻ, 24,150, 24,150 മറ്റൊരു സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. ട്രേഡിംഗ് അറൗണ്ട് 155, 24,150 പുട്ട് ഓപ്ഷൻ. $24,150 ലെവലിൻ്റെ മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 24,140 ലെവലിൻ്റെ മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 24,142.10 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പുൾ ബാക്കാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ലെവലിൽ നിന്ന്, ഇന്നലത്തെ ഡേ ഹൈ ലെവലിൽ നിന്ന് താഴേക്ക് ആണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഇവിടെ നമുക്ക് കാണാം 12:45 ശേഷം ഒരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടും ഇന്ന് റിക്കവർ ആയിട്ടുണ്ട്. 24,150 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷൻ കൺഫർമേഷൻ ആയിട്ടില്ല ഇതുവരെ. 150 ലെവൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 200ഉം അതുപോലെ തന്നെ 250 ലെവലിലേക്ക്, 250-260 ലെവലിലേക്ക് ഇന്നലെ 200 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. 200 ലെവലിലൊരു കൺസോൾട്ടേഷന് ശേഷം അവിടെ നിന്ന് നേരെ ഫോളോ ആവുന്നതാണ്. 24,010 ആ ഒരു ലെവലിലേക്ക് ഫോളോ ആവുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നൊരു പുൾ ബാക്ക് ആണോ അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ് വരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം മാത്രം എൻട്രി പ്ലാൻ ചെയ്യാം. അതുവരെ എത്ര വലിയ മൂവ്മെൻറ്റ് വരികയാണെങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ആസ് ഓഫ് നൗ ഡയറക്ഷണൽ കൺഫർമേഷനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻട്രി നമുക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, $24,200 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി. ഇത്ര നേരം ഓപ്പണിങ്ങിന് ശേഷം ഇത്ര നേരം സൈഡ് വേസ് ആയിരുന്നു. ഇപ്പോൾ ഒരു 24,140 അതുപോലെ തന്നെ 24,100 ലെവലിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഡേ ഹൈ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനിയൊരു മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എൻട്രി
പ്ലാൻ ചെയ്യാം. എൻട്രി ഇപ്പം ഡേ ലോ ലെവലിലാണ് ഈ ഒരു ഇപ്പോൾ വന്നിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയാണ് ശരിക്കും എൻട്രി വരുന്നത്. അപ്പോൾ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹയർ ലെവൽസിൽ എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം. അതുവരെ ആസ് ഓഫ് നൗ എൻട്രീസ് ഇല്ല. മാർക്കറ്റ് ഇപ്പം ഒരു 50 പോയിൻറ്റ്സ് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 50 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. എൻട്രി എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻട്രി നമുക്ക് ഡേ ലോ സപ്പോർട്ട് ലെവലിലൊക്കെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഡേ ലോയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹയർ ലെവൽസിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്. 24,180 ലെവലിൽ വന്നതിന് ശേഷം നമ്മൾ ഓർഡർ എന്തായാലും പ്ലേസ് ചെയ്യാം. 24,100, 190 ലെവലിലൊക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. നമ്മളൊരു 145 എടുക്കാം. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 145. ഇപ്പോൾ അത് 165 വന്നു. ഇപ്പോൾ ഹയർ ലെവൽസിൽ പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ എൻട്രിയിലേക്ക് തന്നെ വരുന്നുണ്ട്. എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് വരുമോ ഇല്ലെങ്കിൽ ഹയർ ലെവൽസിൽ എടുക്കണമെന്ന്. കാരണം അത് ഒരു 50 പോയിൻറ്റോളം മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പം ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം നിഫ്റ്റി ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പുൾ ബാക്കിന് ശേഷം ഹൈയിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ നേരത്തെ പ്ലേസ് ചെയ്തില്ല. പക്ഷേ ഞാൻ നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 145 ലെവലിലേക്ക് വരുന്നു. അതായത് ഈ ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ള ഇതിൻ്റെ സപ്പോർട്ട് ലെവലിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വീണ്ടും അതിനെ മുകളിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ പോലും നമുക്ക് അത് പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ട്രേഡ് പ്ലാൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 145 ഒരു 20 പോയിൻറ്റ്സ് കൂടി ഡൗൺ ആവുകയാണെങ്കിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. അതിനുശേഷം നമുക്ക് നോക്കാം. ടാർഗറ്റ് വരുന്നത് 160 അല്ലെങ്കിൽ 175 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന. 160 അല്ലെങ്കിൽ 168 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ ട്രേഡ്സ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഓർഡർ ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് 145, 20 പോയിൻറ്റ്സ് കൂടി ഡൗൺ ആവേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഓർഡർ എക്സിക്യൂട്ട് ആവുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ ഓർഡർ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. 150 വന്നിട്ടുണ്ട്. ഇത്രയും സമയമെടുത്തു. 11:18 എടുത്താണ്. ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. 149 വന്നിട്ടുണ്ട്. വൺ 52-51 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൺ 95 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു.
അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വന്ന് ഓൾമോസ്റ്റ് 150 വന്നിട്ടുണ്ട്. ഇനിയൊരു 5 പോയിൻറ്റ്സ് കൂടി ഡൗൺ ആയാൽ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും. 20 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 145, 125. ഓക്കെ, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല. ആക്റ്റീവ് ആവാൻ കുറച്ച് സമയം കൂടി എടുത്തേക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല, എൻ്റർ ആയിട്ടില്ല ട്രേഡ്. അത് ഓൾമോസ്റ്റ് വന്നതായിരുന്നു 149 വരെയാണ് വന്നത്. നമ്മുടെ 145 ആണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. 160 ഓൾറെഡി 160 എത്തിയതുകൊണ്ട് ഞാൻ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. 11:18 നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡറാണ്. ഇപ്പോൾ അത് 12:30 ആവുന്നു. 12:26 ഒരു മണിക്കൂറിൽ കൂടുതലായി. പക്ഷെ അത് ആക്റ്റീവ് ആവേണ്ടതായിരുന്നു. മാർക്കറ്റ് അപ്പോഴേക്കും ബൈയിങ് പ്രഷറിലോട്ട് പോയി. അപ്പോൾ അഗെയിൻ 150 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 130 ലെവലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ 130, 135 ലെവൽ, അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നു. ആക്റ്റീവ് ആയിരുന്നെങ്കിൽ 160 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. 160, 162 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയും ഹയർ ലെവൽസിലേക്ക് പോകുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് 24,100 ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത് നിഫ്റ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം, ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ നമ്മുടെ ടാർഗറ്റ് വന്നതോടുകൂടി നമ്മൾ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്തു. അത് കൃത്യമായിട്ട് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു എൻട്രി എടുക്കുമെന്ന് പറഞ്ഞാൽ അത് ആ എൻട്രി ഇൻവാലിഡ് ആവുന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. നമ്മളൊരു 150 ഒരു എൻട്രി എടുക്കുമെന്ന് പറഞ്ഞാൽ ആ 150 വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും ആ എൻട്രി എടുക്കണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 150 എടുക്കണം. 150 നിന്ന് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി നമ്മളിപ്പം ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 145 എടുക്കണമെന്നാണ്. ഇപ്പോൾ 145 എത്ര സമയം ആ ഒരു ഓർഡർ വാലിഡ് ആണെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തിൻ്റെ ബേസിസിലാണത് ആ ഒരു എൻട്രി ഇട്ടിട്ടുള്ളത്. ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യണം. നമ്മൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ടത് നമ്മൾ ആ ഒരു ടാർഗറ്റ് വന്നപ്പം നമ്മളത് എക്സിറ്റ് ചെയ്തു. ടാർഗറ്റ് വന്നപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ട്രേഡ് ഇൻവാലിഡായി. പിന്നെ നമ്മളത് ആക്റ്റീവായിട്ട് പിന്നെ അത് ആ പ്രൈസിലേക്ക് വരുമ്പോൾ വീണ്ടും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത എൻട്രി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് 120 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 110 ലെവലിലേക്ക് വന്നെന്ന് തോന്നുന്നു. യെസ്, ഡേലോ വന്നിട്ടുള്ളത് 116.35 ആണ്. നമ്മൾ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്തു. നെക്സ്റ്റ് ഇപ്പം പുട്ട് ഓപ്ഷനിലൊരു എൻട്രി കിട്ടുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷനിൽ ഇപ്പം ഡേ ഹൈയിലേക്കാണ് പുട്ട് ഓപ്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അപ്പ് മൂവ് വരുന്നുണ്ട്. നമുക്ക് അതിനിടയിൽ ഒരു എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എൻട്രി എടുക്കാം. കൺഫേം ആവുകയാണെങ്കിൽ ഡയറക്ഷൻ ഇപ്പം ഡൗൺ സൈഡ് തന്നെ ബെയറിഷ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം ഒരു മൊമെൻറ്റം വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് നോ ട്രേഡ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, 24,051.65 ആണ് ഇതുവരെയുള്ള ഡേലോ. ഇപ്പോൾ നമുക്ക് പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ എൻട്രി ഒന്നും തന്നെ വന്നിട്ടില്ല. എൻട്രി വളരെ താഴെയാണുള്ളത്. ഇപ്പം 24,100 പുട്ട് ഓപ്ഷൻ
143 ട്രേഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 170 ഹൈ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മൊമെൻറ്റത്തിൽ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന എൻട്രി അറൗണ്ട് 100 ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുമെന്നാണ് ഇതുവരെ ഉള്ള വ്യൂ. അതിനിടയിലൊരു എൻട്രി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനിടയിലൊരു ഹയർ ലെവൽ എൻട്രി എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എടുക്കാം. ഇതുവരെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കൺഫർമേഷൻ എൻട്രി, അതുപോലെ തന്നെ എൻട്രി ക്ലിയർ ആയിട്ടുള്ളൊരു എൻട്രി ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. അതിനായിട്ട് വെയിറ്റ് ചെയ്യണം.